നിങ്ങളുടെ ആൻസർ വെച്ചാൽ അങ്ങനെ തന്നെ നിങ്ങൾ അവിടെ നിന്ന് വരയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കി. എത്ര മാന്യമായിട്ട് നടക്കണത്. അപ്പോ മാന്യമായിട്ടാണ് ചോദിക്കാൻ പോകുന്നത്. മാന്യമായി ചോദിക്കാൻ തയ്യാറാണ്. മാന്യമായ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യം നിങ്ങളും നമ്മളൊക്കെ സമ്മതിച്ച് അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു പരിപാടിയായിട്ട് മൗലൂദ് മുൾഫർ രാജാവ് തുടങ്ങി. അത് നിങ്ങൾ സമ്മതിച്ചു. അൽഹംദുലില്ലാ, മതി. ഇനി നമുക്കൊന്നും വേണമെന്നില്ല. അൽഹംദുലില്ലാ, നമുക്കൊന്നും വേണമെന്നില്ല. അത്ര ആവശ്യമുള്ളൂ. ഓക്കെ, അൽഹംദുലില്ലാ. ആ വാചകം നിങ്ങൾ പറയും. ഓക്കെ, ആ വാചകം നിങ്ങൾ പറയും. നമുക്ക് ആവശ്യം. പറഞ്ഞുതരാം. അത് നിങ്ങളല്ല പറഞ്ഞത്. അല്ല, നിങ്ങൾ പറയും. മുൾഫർ രാജാവിന്റെ കാലഘട്ടത്താണ് ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞത് ഞങ്ങളെ പണ്ഡിതന്മാരാണ്. അൽഹംദുലില്ലാ. അതാ അൽഹംദുലില്ലാ. 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 അൽഫ മറ. അൽഹംദുലില്ലാ. ഓക്കെ, ഇനി എന്റെ ചോദ്യം കേൾക്കി. മുൾഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഈ മൗലൂദ്, ഈ രൂപത്തിൽ സംവിധാനിച്ച മൗലൂദ് നിങ്ങൾ എതിർക്കുന്നത് അത് ബിദ്അത്താണ് എന്നതിന്റെ പേരിലാണ്, അല്ലേ? ബിദ്അത്താണ് എന്നതിന്റെ പേരിൽ നിങ്ങൾ എതിർക്കപ്പെടുമ്പോ 5ാം നൂറ്റാണ്ടിൽ വന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ അശറ ഖിറാഅത്ത് പറയണ്ട. ഞാനൊക്കെ ഞങ്ങളെ കോളേജിൽ അശറ ഖിറാഅത്ത് ഖുർആൻ, നാഫിന്റെ, അബൂ അംറിന്റെ എല്ലാവരുടെ ഖിറാഅത്ത് ഓരോരുത്തരുടെ റിവായത്തിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അശറ ഖിറാഅത്തിന്റെ ഇതൊന്നും അങ്ങനെ പറയണ്ട, അതെല്ലാം അറിയാം. പക്ഷെ ആ ഖുർആനിൽ ഒരു ബിദ്അത്തായി കൂട്ടിക്കൊണ്ടുവന്നു ഏത്? പുള്ളി, ഫത്ത്, കസർ. ഇത് നിങ്ങൾ അതിന് മറുപടി പറയണം. അത് ബിദ്അത്താണോ അല്ലേ? നിങ്ങൾ പറയും. ഞാൻ ഈ ഗ്രൗണ്ടിൽ എവിടെ പറഞ്ഞാലും അത് ബിദ്അത്തല്ല പറഞ്ഞു. ബിദ്അത്തല്ല പറഞ്ഞു. അത് ബിദ്അത്തല്ല എന്ന് പറയൽ എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഇല്ലാത്ത ഒരു സംഗതി അല്ല എന്ന് അന്നുള്ളതാണ്. പുള്ളിയോ? അതാ ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, അതല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് അസുഖത്താ പഠിച്ചത്? എന്ത് അസുഖത്താ പഠിച്ചത്? ജാമിഅ ഹിന്ദിക്ക് വരി, നിങ്ങൾ ജാമിഅത്തുൽ ഹിന്ദിലേക്ക് വരി, ഇൻഷാല്ലാഹ് പഠിപ്പിച്ചതാ. അതാ ഞാൻ പറഞ്ഞത്. അള്ളാന്റെ റസൂല് കേട്ടോളി. ഇനി മുസ്ലിം കേട്ടെ. അൽഹംദുലില്ലാ, അപ്പൊ നമുക്ക് പ്രതീക്ഷ കൂടുന്നുണ്ട്. ഇപ്പൊ പ്രതീക്ഷ കൂടും. മുപ്പത് തുറന്ന് പറഞ്ഞല്ലോ, മുളഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. തുറന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. ശരി, പുള്ളിയൊക്കെ തെളിയിച്ച എല്ലാ പുള്ളിയും ഖുർആനിൽ എത്ര ലക്ഷം പുള്ളിയുണ്ടോ ആ പുള്ളി മുഴുവൻ തെളിയിച്ചരാം. അൽഹംദുലില്ലാ, നല്ല കാര്യം. അത് മറ്റു തെളിയുണ്ട്. അപ്പൊ ശരി, നിങ്ങൾ ഇരിക്കും. ഒരു കാര്യം ആയിക്കോട്ടെ, പറയട്ടെ. നിങ്ങൾ പറയും. നിങ്ങളെ പ്രതീക്ഷ ഉണ്ട്. അൽഹംദുലില്ലാ, പറയും. നിങ്ങൾ പറഞ്ഞോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും ഇവിടെ കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകരുടെ വെല്ലുവിളിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഫത്ഹോ, കസറോ, പുള്ളിയോ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ചാൽ ഞങ്ങൾ ഇപ്പൊ തെളിയിച്ചരാ. അൽഹംദുലില്ലാ, നമ്മൾ മുസ്തഫ മർത്തി അവിടെ ഇരിക്കും. അൽഹംദുലില്ലാ, നല്ല കാര്യം. നമ്മൾ മുസ്തഫ ഇന്നവിടെ ഇരിക്കും. സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു വെല്ലുവിളി നടത്തി, അത് മറുപടി പറയാൻ നമ്മൾ അവസരം കൊടുക്കണം. അപ്പോഴേക്ക് തുള്ളിച്ചാടി മൈക്ക് പിടിക്കാൻ നോക്കിയാൽ ശരിയല്ല. ഒരു വെല്ലുവിളി നടത്തി, എല്ലാവരും കേട്ടത് ഒരു വെല്ലുവിളി നടത്തി, അതിന് മറുപടി പറയാൻ നമ്മൾ അവസരം കൊടുക്കണ്ടേ? ആ മറുപടി പറയാനിടയ്ക്ക് ശല്യമുണ്ടാക്കുന്നത് നിങ്ങളെ കാണുന്ന ജനങ്ങളും കാണുന്നുണ്ട്. ശരി, അപ്പൊ ശരി. ഖുർആനിൽ ഒന്നാമത്തെ പുള്ളി ഏതാറിയോ? ഒന്നാമത്തെ പുള്ളി മുസ്ഹഫ് മർത്ത ആദ്യങ്ങൾ ബിസ്മില്ലാ ബാവിന് പുള്ളി ഉണ്ട്. അതാണ് ഖുർആൻ മർത്ത ഫസ്റ്റ് പുള്ളി. പറയാ നിങ്ങൾ ചാടല് മുതലേ എന്താ ഇപ്പൊ ഇങ്ങനെ ഇളകിയാലോ? അടുത്തിരുന്ന ആരെങ്കിലും ആദ്യ ദിവസത്തെ ഓടുന്നുണ്ട്. എന്താ ഇങ്ങനെ ഇളകണം അവിടെ? അപ്പൊ ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ മുസ്ഹഫിൽ ആദ്യം കാണുന്ന പുള്ളി ബിസ്മി എന്ന ബാഇന്റെ പുള്ളിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഓതിയത് ബാഗ് തന്നെയാണ് ഓതിയത്. അതുകൊണ്ട് പുള്ളി ഇട്ടപ്പോ ബാഗായി. പുള്ളിയിടുന്ന മുമ്പ് യാ ആയിരുന്നു, താ ആയിരുന്നു ആരെങ്കിലും പറയോ? രണ്ടാമത്തെ പുള്ളി റഹ്മാനി, അവിടെ നൂനുമ കാണും. ആ പുള്ളി അവിടെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അല്ലാഹു റസൂൽ ഓതിയത് റഹ്മാനി നൂനായി തന്നെയാണ്. അടുത്ത പുള്ളി റഹീമി, അവിടെ യാ 2 പുള്ളി. ആ പുള്ളി ഇട്ട കാലത്തും ഇടാത്ത കാലത്തും റസൂൽ ഓതിയത് യാ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നബി ഞങ്ങൾ ഓതാത്തൊരു ഫത്തഹ് ഞങ്ങളാരും ഓതുന്നില്ല. നബി ഞങ്ങൾ ഓതാത്തൊരു കസ്ർ ഞങ്ങളാരും ഓതുന്നില്ല. നബി ഞങ്ങൾ ഓതാത്തൊരു ലൊമ്മ് ഞങ്ങളാരും ഓതുന്നില്ല. നബിയോ സഹാബത്തോ പഠിപ്പിക്കാത്തൊരു ഓത്ത്, ഒരു ഖിറാഅത്ത് മുസ്ലിം ലോകം ഓതുന്നേ ഇല്ല. പിന്നെ പുള്ളി മാത്രല്ല, ആ മുസ്ലിം മുപ്പ് കേട്ടോ, പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾ കണക്കല്ലേ? ഇനി പുള്ളി മാത്രമല്ല, അല്ലാഹു റസൂലിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ ഇന്നത്തെ പോലെ ചട്ടക്കുള്ളിൽ എഴുതി രേഖപ്പെടുത്തി ഒറ്റ കിതാബാക്കിയിട്ടില്ല. അത് പിന്നുണ്ടായി.
അത് CD-ക്ക് പിന്നെയും കഴിഞ്ഞുണ്ടായി, അത് മെമ്മറി കാർഡിക്ക് പിന്നെയും കഴിഞ്ഞു വന്നു, കുറച്ച് കഴിഞ്ഞാൽ വേറെ രൂപത്തിലേക്ക് വരും. അതെന്താണ്? ഭൗതിക സൗകര്യം മാത്രം, ഖുർആനിൽ മാറ്റം വരുന്നില്ല. എന്നാൽ എന്നതുപോലെ അള്ളാഹു റസൂലിന്റെ കാലത്ത് ജന്മദിനാഘോഷം എന്താ ഉള്ളത്? അതാണ് തെളിയേണ്ടത്. എന്താ ഉള്ളത്? അന്ന് കാരക്കയാണോ? നമുക്കിന്ന് ബിരിയാണി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അന്ന് നബിതങ്ങൾ കാരക്കൊടുത്തോ, നമുക്ക് ബിരിയാണി വെക്കാം. അന്ന് നബിതങ്ങൾ പായസം കൊടുത്തോ, നമുക്കിന്ന് ഒന്നാകെ എല്ലാ ആഘോഷങ്ങളുമാകാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 ആയത്തെങ്കിലും സ്പെഷ്യലായി ഓതിയോ എങ്കിൽ നമുക്ക് ഖുർആൻ മൊത്തം ഓതാം. പക്ഷെ അതില്ല. അതാണ് ഇബ്നു ഹാജർ തങ്ങൾ പറഞ്ഞത്, ഇന്ന ദാലിക സിയാദത്തുൻ ഫിദ്ദീൻ. ഇത് മതത്തിൽ വർദ്ധിപ്പിക്കലാണ്, മറ്റൊരു മതത്തിൽ വർദ്ധിപ്പിച്ചതല്ല. അത് മതത്തിൽ വർദ്ധിപ്പിച്ചതല്ല. ഇടങ്ങാറുണ്ടാവും കേൾക്കുമ്പോൾ, നിവൃത്തില്ല, നിങ്ങളല്ലേ ഈ പുസ്തകം ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഇത് മതത്തിൽ വർദ്ധിപ്പിക്കലാണ്. ആര് വർദ്ധിപ്പിച്ചു? നിങ്ങളും പറഞ്ഞു. സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തില്ല, ഉമർ ഖത്താബിന്റെ കാലത്തില്ല, ഉസ്മാൻ അഫ്ഫാന്റെ കാലത്തില്ല, സ്വഹാബത്തിന് പരിചയമില്ല, മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. ഇനി ഈ നാട്ടുകാരോട് ഒറ്റ കാര്യം കൂടി പറയാം. ഒരു കാര്യം ഈ നാട്ടുകാരോട്, മുസ്ലിയാക്കന്മാരോടല്ല, നാട്ടുകാരോട്. ഈ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ നാടുകളിൽ എത്ര സ്ഥലത്ത് ഫ്ലക്സും ബോർഡും ബാനറും വന്നു. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞിരിക്കുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹ് കാന റഫീഖൻ ലീ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ ഒരു ദിർഹം ആരെങ്കിലും ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു എന്ന് ഇവിടൊക്കെ നോട്ടീസ് ഇറങ്ങിയില്ലേ, ഈ മൂലം ഇറക്കിയില്ലേ? എത്ര സ്ഥലത്തിറങ്ങി? ഉമർ ഫാറൂഖ് പറഞ്ഞു അത്രേ, ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ ബദറിൽ പങ്കെടുത്ത കൂലിയുണ്ട് എന്ന്. ഹസൻ ബസരി പറഞ്ഞു അത്രേ, എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിലും അത് അല്ലാഹു റസൂലിന്റെ മൗലിദ് പാരായണത്തിന് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ പറഞ്ഞെന്താ? റസൂലിനോ സഹാബത്തിനോ താബിഈനോ ഒന്നും പരിചയമല്ല, മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ മനസ്സിലായല്ലോ. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇവിടെ അൽഹംദുലില്ലാഹ് ഇത്തിഫാഖായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും സമസ്തക്കാലം ഒന്നിച്ച് ഇവിടെ ഒരു പ്രഖ്യാപനം മുസ്ലിം സമൂഹം മൊത്തം നടത്തുന്നു. ഈ ഒരു ആചാരം 7-ാം നൂറ്റാണ്ടിൽ വന്നതാണ്. ഇനി